ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനായി ജോഫിൻ ടി ജാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് രേഖാചിത്രം. ചിത്രത്തിന്റെ കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള 11 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരള കളക്ഷനായി 21 കോടി രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 4 കോടി 35 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 11 ദിവസം കൊണ്ട് വിദേശ കളക്ഷനായി സിനിമ കളക്ട് ചെയ്തത് $2.62 മില്യൺ ആണ്. ഏകദേശം ഇന്ത്യൻ കറൻസിയിൽ 22 കോടിക്ക് മുകളിൽ. അങ്ങനെ 47 കോടി 50 ലക്ഷം രൂപയാണ് 11 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 12ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 65 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ഏകദേശം 1 കോടി 15 ലക്ഷത്തോളമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 12 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 48 കോടി 65 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 13ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45-50 ലക്ഷം റേഞ്ചിലാണ്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനാണ് പ്രതീക്ഷിക്കുന്നത് 1 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ 13 ദിവസം പിന്നിടുമ്പോൾ 49 കോടി 65 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തി നിൽക്കുന്നത്. ചിത്രത്തിന്റെ 14ാം ദിവസമായ നാളെ ബുധനാഴ്ചയോടെ ഈ സിനിമ 50 കോടി ക്ലബിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജനുവരി 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ഡാർക്ക് ഹ്യൂമർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് പ്രാവൺകുടി ഷാപ്പ്. അൻവർ റഷീദ് നിർമ്മിച്ച ഈ സിനിമയിൽ സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ, ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സിനിമ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 4 കോടി 20 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്നലെ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 35 ലക്ഷത്തോളം രൂപയാണ്. അതേസമയം 6ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കളക്ഷൻ 30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 4 കോടി 85 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. പ്രാവൺകുടി ഷാപ്പിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി യാതൊരുവിധ വിവരവും പുറത്തു വന്നിട്ടില്ല. എങ്കിലും 6 ദിവസം കൊണ്ട് 9-10 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ നായകനായി ഹനീഫദിനെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 20 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മാർക്കോ. ചിത്രത്തിന്റെ 33ാം ദിനം കൂടിയായി ഇന്ന് ചൊവ്വാഴ്ച പിന്നിടുമ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ മാർക്കോ 115 കോടി നേടിയിരിക്കുന്നു എന്ന പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഈ 115 കോടിയിൽ സിനിമയുടെ OTT ബിസിനസ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. മലയാളത്തിന് പുറമെ നേരത്തെ ഹിന്ദി, തെലുങ്ക്, തമിഴ് പതിപ്പ് പുറത്തിറങ്ങിയിരുന്നു. ചിത്രത്തിന്റെ കന്നഡ പതിപ്പ് ഈ വരുന്ന ജനുവരി 30 റിലീസ് ചെയ്യും എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ പൊങ്കൽ സംക്രാന്തി റിലീസായി തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് സംക്രാന്തികി വാസ്തൂനം. അനിൽ രവിപുടി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വെങ്കടേഷ്, ഐശ്വര്യ രാജേഷ്, മീനാക്ഷി ചൗധരി, രാജേന്ദ്ര പ്രസാദ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ജനുവരി 14 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 190 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷനായിരുന്നു. സിനിമ ഷെയർ കളക്ഷനായി നേടിയെടുത്തത് 112 കോടി 50 ലക്ഷം രൂപയും. തെലുങ്കിൽ ത്രിപിൾ ആർ 7 ദിവസം കൊണ്ട് നേടിയിരുന്ന കളക്ഷൻ റെക്കോർഡ് സംക്രാന്തികി വാസ്തൂനം 6 ദിവസം കൊണ്ട് തകർത്തിരിക്കുകയാണ്. നന്ദമൂരി ബാലകൃഷ്ണ നായകനായി ബോബി കൊല്ലി സംവിധാനം ചെയ്ത് ജനുവരി 12 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഡാക്കു മഹാരാജ്. ഈ സിനിമയുടെ 8 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സിനിമ 8 ദിവസം കൊണ്ട് ആന്ധ്ര തെലങ്കാന കളക്ഷനായി 80 കോടി 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് 5 കോടി 90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 35 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് $1.95 മില്യൺ ആണ്. അതായത് 16 കോടി 90 ലക്ഷം രൂപ. നിലവിൽ 8 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 104 കോടി 55 ലക്ഷം രൂപയാണ്. അജിത്ത് നായകനെ മകഴി തിരുമേനി തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വിദാ മുയർച്ചി. ഫെബ്രുവരി 6 തിയേറ്ററിലെത്തുന്ന ഈ സിനിമ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് ജനുവരി 21 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഈ രാത്രി എന്ന് തുടങ്ങുന്ന ഫസ്റ്റ് സിംഗിൾ വീഡിയോ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമയുടെ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 9 മണി മുതലാണ്. ടോവിനോ തോമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് നരിവേട്ട. വിജയ് ഇരട്ട ഛായാഗ്രഹണം നിർവഹിക്കുന്ന ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചേരൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.